ഇന്ന് കർക്കിടക വാവാണ്. അപ്പോൾ പയ്യാമ്പലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നിരവധി ആൾക്കാരാണ്, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഇന്ന് കർക്കിടക വാവ് ബലിക്കായി പയ്യാമ്പലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. കണ്ണൂരിൽ രാവിലെ മുതൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാവിന് ഒരു തടസ്സം അല്ലെങ്കിൽ ബലിയിടുന്നതിന് ഒരു തടസ്സം എന്ന നിലയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പശമനം മഴയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് പ്രത്യേകിച്ച് നമുക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കടലിൽ ഇറങ്ങരുത് എന്ന രീതിയിലുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ സേവാഭാരതിയുടെയും അടക്കം അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കടലിൽ ഇറങ്ങരുത്, കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത ഏറെയുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും മഴയുടെ ഒരു മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് തന്നെ കടലിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിരവധി ആൾക്കാരാണ് ഇന്ന് രാവിലെ മുതൽ അതിരാവിലെ മുതൽ ജനങ്ങൾ ഒഴുകിയെത്തിയ ഒരു സ്ഥിതിയാണ് ഇവിടെ പയ്യാമ്പലത്ത് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകൻ KG ബാബു ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ബാബുവേട്ട, എങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തനം? വാവുമായി ബന്ധപ്പെട്ട് സേവാഭാരതിയുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? സമാനതകളില്ലാതെ സേവന പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് സേവാഭാരതി. നിരവധി വർഷങ്ങളായി പയ്യാമ്പലം കടപ്പുറത്ത് വിശ്വാസികൾക്ക് വേണ്ടി അതിബൃഹത്തായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വാവ് ബലി കർമ്മത്തിന് ഭക്തജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഏതാണ്ട് 500 പേർക്ക് ഒന്നിച്ചിരുന്ന് പിതൃതർപ്പണം ചെയ്യുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും കൂടുതൽ സമയം ക്യൂ നിൽക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ പെട്ടെന്ന് തന്നെ വളരെ നല്ല ഭംഗിയായി ആ പിതൃതർപ്പണം എന്നുള്ള കൃത്യം നിർവഹിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതൃക്കളുടെ ആത്മശാന്തിക്കായാണ് രാവിലെ മുതൽ ബലിതർപ്പണത്തിനായി ആളുകൾ എത്തിച്ചേരുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിലാണ് കർക്കിടക വാവ് ബലി ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് ഓരോ വിശ്വാസികളും വിശ്വസിച്ച് പോരുന്നത്. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിതർപ്പണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബലിതർപ്പണത്തിൻ്റെ ആ ഒരു ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ രീതിയിലുള്ള ഒരു എങ്ങനെയാണ് ബലിതർപ്പണം നടത്തേണ്ടത് എന്ന് നമ്മുടെ ആചാര്യൻ ഇവിടെ നിന്നും മൈക്കിൽ കൂടി അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അന്യജന്മനി ബാന്ധവാഹ തേഷാം ഉദ്ധരണാർത്ഥായ ഇതം പിണ്ഡം ദദാമ്യഹം വെച്ചോളൂ. പിണ്ഡം വെച്ചോളൂ. കടലിൽ ഇറങ്ങരുത്, കുളിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഭരണകൂടം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഓരോ പ്രവർത്തകരും ഓരോ സന്നദ്ധ സംഘടനകളും ഇപ്പോൾ കടലിൽ ഇറങ്ങരുത് എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ MV ജയരാജൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കർക്കിടക വാവിൻ്റെ ഭാഗമായി തന്നെ IRPC, സേവാഭാരതി, അതോടൊപ്പം തന്നെ നിരവധി സംഘടനകൾ ഇവിടെ വാവിന് ബലിയിടാൻ എത്തിയവർക്ക് ആവശ്യമായുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കിലാണുള്ളത്. MV ജയരാജൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. സാർ, എങ്ങനെയാണ് IRPCയുടെ ഒരു സേവനം ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ ലഭ്യമാകുന്നത്? കർക്കിടവാവ് ദിവസം പിതൃതർപ്പണത്തിനായി എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ ലഘുഭക്ഷണവും മെഡിക്കൽ സഹായവും നൽകാൻ വേണ്ടിയിട്ടാണ് IRPCയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇതുപോലെയൊരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. വിശ്വാസികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നതാണ് പയ്യാമ്പലത്തെ ഈ ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസികൾ എന്ന നിലയിൽ അവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയും IRPCയും നടത്തിവരുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെയും ഭക്ഷണശാലയുടെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ സന്നദ്ധ സേവന പ്രവർത്തനം. IRPC കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ടാണ്
ഇത്തരം കാര്യങ്ങൾ IRPC ചെയ്യുന്നത്. പയ്യാമ്പലത്തെ ഇപ്പോൾ IRPCയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ ഒരു പ്രവർത്തനം ശ്രദ്ധേയമായിട്ടുണ്ട്. അതിന് സന്ദർശിക്കാനായി P. ജയരാജൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ, എങ്ങനെയാണ് IRPCയുടെ ഒരു പ്രവർത്തനം? IRPC എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് സേവനം നൽകുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ ആരാധക സമൂഹവും എവിടെയെല്ലാം എത്തുന്നുണ്ടോ അവിടെയെല്ലാം ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. കൊട്ടിയൂർ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് അവിടെയും ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ന് പിതൃതർപ്പണത്തോടനുബന്ധിച്ച് ഇവിടെയും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് സേവാദളിൻ്റെ ഹെൽപ്പ് ഡെസ്കാണ്. നിരവധി സംഘടനകൾ ഇപ്പോൾ ഇവിടെ പയ്യാമ്പലത്ത് ഹെൽപ്പ് ഡെസ്ക്, അതായത് ബലിതർപ്പണത്തിന് എത്തിയവർക്കായുള്ള എല്ലാവിധ സഹകരണങ്ങളും നൽകുന്നുണ്ട്. നിരവധി സംഘടനകൾ എല്ലാവിധത്തിലുള്ള ലഘുഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട്. കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അവർ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നിർദ്ദേശം നൽകുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത ഏറെയുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത മഴയും പെയ്യും എന്നുള്ള രീതിയിലുള്ള എല്ലാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കനത്ത ഒരു സുരക്ഷ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോരുത്തരെയും കാര്യമായിട്ട് തന്നെ വീക്ഷിക്കുന്ന ഒരു സ്ഥിതിഗതികളാണ് ഇപ്പോൾ പയ്യാമ്പലത്ത് കർക്കിടക വാവ് ബലിയുടെ ഭാഗമായി പോലീസ് സേന ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും ഒരു നിരീക്ഷണം ഓരോ ഭാഗത്തുമായി ശക്തിപ്പെടുത്തിയിട്ടുള്ളതാണ്. കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് 16 മുതൽ 22 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ. അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരൂ, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും.